help you? I need a room. How many days you're going to stay with us? It depends. 1 day, 2 days, 1 week. Somehow I have to finish my work here. Okay. Yeah. Your good name, sir? Krishnan. No. Akira Kurosawa. Akira? Akira Kurosawa. Kurosawa. Yeah. Your nationality, sir? Nationality Filipino. Filipino? Yeah. Oh, you're from Philippines? Ah. Okay. Purpose of visit? Killing. Killing. What? You see? Killing? Killing the mosquitoes. Mosquitoes. I want to kill all the mosquitoes in the world. I am here to do a research on the subject, mosquito killing. That's fine. Yeah. Your room will be 213. Thank you. You're welcome. സുരേന്ദ്ര, മോഷണം എനിക്ക് തീരെ പരിചയമില്ല. പട്ടിണി കിടന്ന് പരിചയമുണ്ടോ? ഇല്ല. രണ്ടിലൊന്ന് തീരുമാനിക്കും. മോഷണം വേണോ പട്ടിണി വേണോ? എന്നാ വാ. സുരേന്ദ്ര, അകത്തായാൽ ഈശ എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. നഷ്ടപ്പെടാൻ നമുക്കൊന്നും ഇല്ലല്ലേ, നീ വാ. അയ്യോ. ചേടാ, പോയി ഓടിക്കോ. Cullen! Thief! Hey, stop there. Come here. Who are you? I am staying in 213. No. Yes. No, that's a Filipino man staying in 213 with long hair and a big mustache. Long hair, big mustache. ഞാൻ തന്നെ ഇവരെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക? That is me. No, that's not you. Go away, man. I want to go to my room. Security! Throw this man out. He looks dangerous and tricky. Come on, man, get out. Hey, I'm staying here. No, you're not. You don't go, we'll call the police. Hey, leave me on my money, my bag. അയ്യേ, ഇതിനകത്ത് ഈ മുടിയും മീശയും പിന്നെ അണ്ടർവെയർ മാത്രമേ ഉള്ളൂ. ദരിദ്രവാസി. ഈശ്വര, ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയല്ലോ. എടുത്ത് കള അയാളുടെ കൂറ ചെട്ടി. ഒരൊറ്റ ഡോളറില്ല, പിന്നെ എങ്ങനെ ഈ അലവിലാതി 5 സ്റ്റാർ ഹോട്ടലിൽ കയറി താമസിക്കുന്നത്? പാവി എല്ലുന്നിടം പാതാളം. നിനക്ക് 7:30 ശനിയാണെന്നുള്ള കാര്യം ഉറപ്പായേ? ഇതുണ്ടോ? KP കൃഷ്ണൻ നായർ, IPS, കമ്മീഷണർ ഓഫ് പോലീസ്, മദ്രാസ്. നായർ മലയാളി. ചുമ്മാ അതല്ല, പെട്ടിക്കകത്ത് ഒരു ഡോളർ പോലും ഇല്ലാഞ്ഞത്. അലവലാതി. ഇയാളെന്തിനീ മീശാൻ വിക്കും പെട്ടിയിലിട്ട് നടക്കുന്നത്? ചിലപ്പോ വല്ല വിഗ് കച്ചവടക്കാരനും ആയിരിക്കും. കസ്റ്റമേഴ്സിന് സാമ്പിൾ കാണിക്കാൻ വന്ന് താമസിക്കായിരിക്കും. പോടാ, IPS കാരൻ ബിഗ് കച്ചവടത്തിന് ഇറങ്ങേണ്ട ആവശ്യം? യവന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ലായിരിക്കും. യവന്റെ ഭാര്യ ധാരാളിയായിരിക്കും. അവർക്ക് സാരി വാങ്ങിക്കാനും ക്ലബിൽ പോകാനും ചെറുപ്പക്കാരുമായിട്ട് കെട്ടിമറിയാനും യവന്റെ ശമ്പളം തികയുന്നില്ലായിരിക്കും. ചെറുപ്പക്കാരുടെ കൂടെ കെട്ടിമറിഞ്ഞ അമ്മൂമ്മയുടെ ഇവനെ അടിക്കേണ്ട ആവശ്യം. അയ്യോ പോയി. അയ്യോ, എടാ, കള്ളന്മാരെയും റൗഡികളെ ഇടിച്ചു നിരത്താനേ ട്രെയിനിങ് എടുത്തിട്ടുള്ളവനാ ഞാന്. എടാ, തമിഴ്നാട് വിറപ്പിച്ച കോടമ്പക്കം പൊന്നിച്ചാമിയെ ഒറ്റയടിക്ക് പപ്പടമാക്കിയിട്ട് മെഡൽ വാങ്ങിച്ചിട്ടുള്ളവനെ. ആയിരക്കണക്കിന് മൈല് താണ്ടി അമേരിക്ക വന്നിട്ട് മോട്ടിച്ചാൻ ഇറങ്ങിയിരിക്കുക. നിന്നെ പോലുള്ള ചെറ്റ മലയാളികൾ കാരണം മാന്യന്മാർക്ക് വിദേശത്ത് തലയുയർത്തി നടക്കാൻ വയ്യ. അയ്യോ, കൊല്ലല്ലേ സാറേ. സാറേ, ഞങ്ങൾ കള്ളന്മാരല്ല. ഒത്തിരി പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ട് വന്ന് കഠിനാധ്വാനം ചെയ്ത് അന്തസ്സായിട്ട് ജീവിച്ചവരാ.
ഒരു കുറ്റവും ചെയ്യാത്ത ഞങ്ങൾക്ക് ഇപ്പൊ കിടക്കാൻ ഒരു ഇടമില്ല. ഒരു കാലി ചായ കുടിക്കാൻ പാങ്ങില്ല. സാറ് പറഞ്ഞത് നേരാ, മലയാളികളുടെ കൂട്ടത്തിൽ ചെറ്റകളുമുണ്ട്. അങ്ങനെയുള്ള 2 ചെറ്റകൾ കാരണമാണ് ഞങ്ങൾ ഇന്നേക്കെതിരായത്. മര്യാദയ്ക്ക് റോഡിൽ കൂടെ നടന്നു പോകുമ്പോ ഒരു കാർ വന്ന് മുമ്പിൽ നിൽക്കുക, ഞങ്ങൾ രണ്ടുപേരെ അതിനകത്ത് പിടിച്ചിട്ടുണ്ട് പോവുക. പിന്നെ തൃശൂർ പൂരത്തിന് അമിട്ട് പൊട്ടുന്നതൊക്കെ തകർപ്പൻ ഇടിയ. ഹൂ ഈസ് രാംദാസ്, ഹൂ ഈസ് വിജയൻ, ഹൂ ഈസ് അവന്റെ അമ്മയുടെ സിഐഡി അങ്ങനെ കുറെ ചോദ്യങ്ങളാ. ഞങ്ങൾ എന്ത് പിഴച്ചു? സിനിമയിലല്ല, ജീവിതത്തിൽ ഞങ്ങൾ ഒരു സിഐഡിയെ കണ്ടിട്ടില്ല സാർ. ഞങ്ങൾ എന്ത് ചെയ്യും? രാംദാസ് ആൻഡ് വിജയൻ. അതെ സാറേ, സായിപ്പുമാര് പറയുന്നത് ഞങ്ങൾ CID രാമദാസൻ CID വിജയനുമാണെന്നാണ്. CID രാംദാസ് ആൻഡ് വിജയൻ. സാറിന് അവന്മാരെ അറിയാമോ? അറിയാമെന്നോ? കൊള്ളാം. എന്റെ ജീവൻ തകർത്ത് അവരെ അറിയാമെന്നോ? എന്റെ ജോലി കളിച്ച അവന്മാരെ ഞാനല്ല, പിന്നെ ആരാ അറിയുന്നത്? കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് സത്യം പറയാമല്ലോ. ഭാരത സർക്കാരിന്റെ 5 ലക്ഷം രൂപ തൊലച്ചു കളഞ്ഞ എംബോക്കുകളെ കൊന്നു കൊലവിളിക്കാനായിട്ടാ ഈ വിഗ്ഗും മീശയൊക്കെ ഞാൻ അമേരിക്ക വന്നത്. ഓ, അപ്പൊ നമ്മൾ 2 തോണി സഞ്ചരിക്കേണ്ടവരല്ല? അല്ലേ അല്ല. അപ്പൊ സാറേ, ശരിക്കും പറഞ്ഞ ഈ സമാഗം ഒരുക്കി തന്നത് ദൈവം തന്നെ. സംശയമില്ല. ഇനി എനിക്കറിയേണ്ടത് ഒന്നേ ഉള്ളൂ, ആ 2 അവന്മാരെയും കൊല്ലാൻ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുവോ? അയ്യോ സാറേ, ആ ദ്രോഹികളെ ചുമ്മാ കാണിച്ചു തന്നാ മതി, ബാക്കി ഞങ്ങൾ ഏറ്റ്. ഓക്കെ. ലിസൺ. Number 1, we have to plan a detailed operation. And number 2, I will tell you later. Hey man, stay there. What is this? I am the Filipino staying in 213. You idiot! You think we're fools trying to fool us with a silly makeup and dress. How can I make you understand that I am the same man staying in the same 213 in the same hotel? Hold him. I'll call the police. He's a criminal. Hold him! Hold him! Hold him! Hold him! നിന്നെ വിടില്ലടാ ദ്രോഹി. നീ കഴിച്ചിട്ട് ഞാൻ ചത്തുപോ ഞാൻ. എടാ, ഡിപ്പാർട്ട്മെന്റിന്റെ കാശ് കൊണ്ടല്ല കണ്ട പെണ്ണുങ്ങൾക്ക് വാച്ച് വാങ്ങിച്ചു കൊടുക്കേണ്ടത്. പെണ്ണുങ്ങളാ, പാവപ്പെട്ട പെൺകുട്ടികളെ ചതിക്കാൻ നടക്കുന്ന ദ്രോഹി. അപ്പൊ നീ കണ്ടു എന്ന് പറഞ്ഞത് ഇതായിരുന്നോ? അതേടാ, ഒരു അരിപ്രാവിനെ പോലെ പരിശുദ്ധിയെ ആ കുട്ടിയെ കളങ്കപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ലടാ. നീ സമ്മതിക്കുന്നടാ? നിന്റെ കൂട്ടിനകത്ത് വളർത്തുന്ന അരിപ്രാവൊന്നുമല്ല അവള്, ഒരു അരിപ്രാവുകാരൻ വന്നിരിക്കുന്നു. ദാസാ, അവന്മാരകത്തുണ്ടാവോ? ഇറങ്ങ. സൂക്ഷിച്ചു. അവന്മാരകത്തുണ്ട്. ഉച്ചസന്യാസി ആട്ടും തൂലിട്ട് നിന്റെ മാന്യതയുടെ മോമുടി ഞാൻ വലിച്ച് കീറിവിടാ. എടാ, ആതുര സേവനം നടത്തുന്ന പാവപ്പെട്ട നഴ്സുമാരെ സ്നേഹിക്കുന്ന തെണ്ടികളാണ്. ആശുപത്രിയിൽ വന്നപ്പോ തന്നെ ഞാൻ നിന്നെ തല്ലി ഓടിക്കേണ്ടതായിരുന്നു. എടാ, എന്നെ തല്ലിയിട്ട് നീ 2 കാലം തിരിച്ചു വന്ന് വിചാരിക്കുന്നതാ ഞാൻ കൊല്ലൂടാ. എറിയട്ടെ. എന്താണ് കാര്യം? ഇതെന്ത്? ഓടിക്കോ. ഏയ്, എനിക്ക് വിശക്കുന്നു. ഒന്ന് എന്നിട്ട് പോവുക. ആകെ ഉണ്ടായിരുന്ന ഒരു കാറാ, കിട്ടുന്ന വിലക്ക് വിറ്റ് ഒരു നേരത്തെ ആഹാരമെങ്കിലും വാങ്ങിക്കാമായിരുന്നു. അതുകൂടി ഇല്ലാതാക്കി പരമദ്രോഹി. എടാ, ഞാൻ ഒരു പോലീസ് കമ്മീഷണറാ. അതങ്ങ് നാട്ടില്, ഇവിടെ ഏതോ ഒരു തെണ്ടി. നീയൊക്കെ അങ്ങ് വാ. അതിന് താൻ ഇവിടുന്ന് പോയിട്ട് വേണ്ടേ? കരുനാക്കൊണ്ടൊന്നും പറയാതെടാ, എനിക്ക് വിശന്നിട്ട് വയ്യ. നല്ല പുല്ലുണ്ട്, ചവച്ചരച്ച് തിന്ന്. ഈ ഗതി കെട്ട പട്ടി പുല്ലും തിന്നുവെന്ന് അങ്ങനെ കണ്ടോർമ്മ ഇല്ലേടേ? പട്ടിയല്ലടാ, പുലി. അല്ല, നമ്മുടെ കാര്യം പറഞ്ഞ എനിക്ക് വിശന്നിട്ട് വയ്യാന്ന്. ഗോവി നീ ഒന്ന്. വിശന്ന്.
നമുക്കും വല്ലതും കഴിച്ചല്ലേ പറ്റൂ. ആ നേഴ്സ് സേതുലക്ഷ്മിയുടെ വീട്ടിൽ പോയി ഉള്ളതുമല്ലോ എടുത്തോണ്ട് വരാം. അല്ലെ കുറച്ച് $1 കടം ചോദിക്കാം. എനിക്കൊരു മൂടില്ല. നീ വാടേ. Yeah, That's a big yeah. story. I went to New York after that. I knew that to whomever I told Enda? the story, we'll always take it as a joke. കൃഷ്ണൻ നായരല്ലേ അത്? ഏത് കൃഷ്ണൻ നായർ? നമ്മുടെ കമ്മീഷണറെ. അതെ. ഇയാൾ എങ്ങനെ ഇവിടെ വന്നു? കൃഷ്ണനായരെ, അത് വേറെ വല്ലവരും ആയിരിക്കും. എനിക്കറിഞ്ഞൂടെ കൃഷ്ണനായരെ. കൃഷ്ണനായരെ, കൃഷ്ണനായരെ.